വീണ വിജയന്റെ ബാങ്ക് ലോക്കർ പരിശോധിക്കാൻ പോവുകയാണ് ഇ ഡി എന്നുള്ളതാണ്. തെളിവുകളെല്ലാം ഇ ഡിയുടെ കയ്യിലുണ്ട് എന്നുള്ളത്. ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടും. എങ്ങനെയും തടയണം എന്നുള്ള നീക്കത്തിലാണ് പിണറായി വിജയൻ. പിണറായി വിജയനെ കൊണ്ട് കൂട്ടിയേ കൂടുമോ ഇത്? അല്ല, അത് സാധ്യമല്ല. കാരണം പിണറായി വിജയനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരു സാധനമല്ല ഇപ്പോൾ വീണ വിജയൻ്റെ ഇഷ്യൂ. കാരണം വീണ വിജയൻ എന്ന് പറയുന്ന കക്ഷി ഇവിടുന്ന് വാങ്ങിച്ചിരിക്കുന്ന CMRൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന പണം അവിഹിതമായിട്ടുള്ള പണമാണ്. അത് പിണറായി വിജയൻ്റെ കൈക്കൂലിയാണ്. ഈ കൈക്കൂലി അല്ലാതെ അല്ലെങ്കിൽ ഇവർ വ്യക്തമാക്കണ്ടേ എന്തിനു വേണ്ടിയാണ് പണം വാങ്ങിച്ചത്, ഇവർ എന്ത് പണം ഇവരെടുത്തിരിക്കുന്നത്? നമ്മളിപ്പോൾ നേരത്തെ പഴയ കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഭാര്യ അവിടെ ആ ക്രിക്കറ്റ് കളിക്കകത്ത് അതിൻ്റെ വേർപ്പിൻ്റെ വിലയാണെന്ന് പറഞ്ഞിരുന്നത്. ഇതങ്ങനെ വീണ വിജയൻ്റെ വേർപ്പിൻ്റെ വിലയാണോ അത്? എനിക്കറിയില്ല. അല്ലെങ്കിൽ വീണ വിജയൻ വ്യക്തമാക്കണം ഏത് കാര്യത്തിനാണ് ഇത് വാങ്ങിച്ചതെന്ന് വളരെ വളരെ വ്യക്തമാക്കണം. അങ്ങനെ വ്യക്തമാക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഇത് സ്വാഭാവികമായിട്ടുള്ള കൈക്കൂലിയാണ്. ഈ കൈക്കൂലിക്കകത്ത് കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CMRൽ നിന്നോ മറ്റ് സ്ഥാനങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ചത് ഒരു തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. കാരണം എല്ലാ പ്രസ്ഥാനത്തിനും പണം വാങ്ങിക്കാനുള്ള അധികാരമുണ്ട്. എല്ലാ പ്രസ്ഥാനത്തിനും രാഷ്ട്രീയപരമായിട്ട് പണം കൊടുക്കുന്നുണ്ട്. എല്ലാവരും സംഭാവനയായിട്ട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഇത് കണക്കിൽ വരുത്തും. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ വീണ വിജയം വാങ്ങിച്ചിരിക്കുന്ന തുക അവരുടെ സ്വകാര്യ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ED 18 കോടി രൂപയുടെ മറ്റാണ് ഇവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. എന്താ കാരണം? കാരണം ഇവരുടെ കണക്കിൽ 10-18 കോടി രൂപ ഉണ്ട്. ഇത് ഇത്തരത്തിൽ അവിഹിതമായിട്ടുള്ള ധനം കുന്നുകൂടുന്നതിൻ്റെ സ്ഥലമായിട്ട് വീണ വിജയൻ്റെ അക്കൗണ്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് പ്രശ്നം ശരിക്ക്. ഇപ്പോൾ ED നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഇവിടുന്ന് പണം വാങ്ങിച്ചു, അല്ലെങ്കിൽ എക്സാലോജിക്ക് CMRൽ നിന്ന് ഫണ്ട് വാങ്ങിച്ചു എന്നുള്ളതല്ല പ്രശ്നം. അത് എന്തിനു വാങ്ങിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതെ. അവിടെയാണ് സത്യസന്ധമായിട്ട് വീണ വിജയനും പിണറായി വിജയനും വ്യക്തമാക്കേണ്ടത്. ഇവരെന്തിനാണ് വാങ്ങിച്ചത്, എന്ത് ജോലിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്, എന്ത് സർവീസാണ് CMRൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സർവീസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാൾ വ്യക്തമാക്കണം പിണറായി വിജയൻ വാങ്ങിച്ചാന്ന്. അതൊക്കെ ഗഡ്സ് ഉണ്ടോ എനിക്ക് പറയാനായിട്ട്? ഈ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് 2 കോടി ചില്ലുവാനും രൂപയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഇ ഡി നടത്തിയ പരിശോധനയിൽ CMRL 130 കോടിയുടെ ഇല്ലാത്ത ചെലവുകൾ എഴുതി ചേർത്തിരിക്കുന്നതായിട്ട് കണ്ടെത്തി. അപ്പോൾ പിണറായി വിജയന് കൊടുക്കാനുള്ള പൈസ ആയിട്ട് എന്തെങ്കിലും പ്രത്യുപകാരമായിട്ട് കൊടുത്തതാണെങ്കിൽ കൂടിയും ഇത്ര ചെറിയ തുക ആയിരിക്കില്ലല്ലോ കൊടുക്കുന്നത്. 130 കോടിയുടെ ക്രമക്കേടാണെങ്കിൽ വലിയ തുക കൈപ്പറ്റിയിരിക്കാനുള്ള സാധ്യത. അല്ല, അതിപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നിട്ട് കേരളത്തിൻ്റെ 10 വർഷക്കാലം മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് പിണറായി വിജയൻ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന പണത്തിൻ്റെ കണക്കെടുക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ഏക സ്ഥാപനങ്ങളിൽ അക്കൗണ്ട് ഉണ്ട്. എന്തിനാണ് അദ്ദേഹം സ്ഥിരമായിട്ട് ദുബായ് വഴിക്കാണല്ലോ അങ്ങനെ അമേരിക്കയിലേക്ക് പോവുക? എന്താണ് ദുബായിൽ പുള്ളിക്കുള്ളത്? മകനെ കാണാൻ വേണ്ടി പോകുന്നതാണോ? അത് ഏതെങ്കിലും സ്ഥാപനത്തിൽ പുള്ളിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ? ഇത്യാദി കാര്യങ്ങൾ അന്വേഷിക്കാമല്ലോ. പക്ഷേ ഇത്തരം കാര്യങ്ങളോട് ആർക്കും താല്പര്യമില്ല. ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷമാണെങ്കിലും ഇപ്പോഴത്തെ ഭരണകക്ഷിയൊക്കെയാണെങ്കിലും ഇതിൽ വീണ വിജയൻ വാങ്ങിച്ചിരിക്കുന്ന പണത്തിൻ്റെ കണക്ക് ചോദിക്കുന്നു, എഗ്രിഡ്. അത് പിണറായി വിജയനെതിരായിട്ടാണെങ്കിലും വിരോധമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. ഇതിനകത്ത് CMRനേക്കാളും വലിയ കക്ഷി വരുന്നത് കേരളത്തിൻ്റെ പഴയ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയനാണ് പ്രശ്നമുള്ളത്. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന പണത്തിൻ്റെ കണക്കിനെ സംബന്ധിക്കുന്ന ഒരു ധാരണ അദ്ദേഹം ആരോടും പറയുന്നില്ല. എത്ര പണമാണ് അദ്ദേഹത്തിനുള്ളത് അത് പാർട്ടിക്ക് അറിയാമോ? പാർട്ടിക്ക് അറിഞ്ഞോട്ടല്ലോ. പാർട്ടിയുടെ ഭാരവാഹികൾ ആരൊക്കെയാണ്? ഈ പാർട്ടി ഭാരവാഹികളൊക്കെ ഇദ്ദേഹത്തിൻ്റെ എറാൻ മൂളികളല്ലേ. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ്റെ മകളുടെ വീട് പോലീസ് ED റെയ്ഡ് ചെയ്ത സമയത്ത് അവരെ ചോദ്യം ചെയ്തേ ഉള്ളൂ, പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ പൊളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നതിന് പകരമായിട്ട് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നു എന്ന് കേട്ട സമയത്ത് പാർട്ടിയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയാണ് MA ബേബി. സത്യത്തിൽ ബേബിക്ക് ഒരു സത്യസന്ധത മനുഷ്യന് ഒരു ലെവലേശമെങ്കിൽ ആ മനുഷ്യന് ബാക്കിയുണ്ടെങ്കിൽ അയാൾ ഇതിനകത്ത് പ്രകടനം നടത്താൻ പോകാൻ പറ്റുന്നുണ്ടോ? അയാൾ പ്രകടനം നടത്തി എത്ര പേര് വെച്ചുകൊണ്ടാ? 12 പേര് വെച്ചുകൊണ്ട്. ഈ 12 പേര് വെച്ചുകൊണ്ട് ഡൽഹി അങ്ങോട്ട് ഇളക്കി മറിക്കാമെന്ന് MA ബേബി വിചാരിച്ചത്. എത്ര ആഭാസകരമാണ് പരിപാടി. കേരളത്തിൽ ആണെങ്കിൽ ഇയാൾ മറ്റേ ഗോവിന്ദൻ മാഷ് അവിടെ പോയിട്ട് ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു പടം നമ്മൾ കണ്ടു. പിന്നെ P ജയരാജൻ, അയക്ക് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യാത്ത പരിവക്കാരനാ. അയാൾ വലിയ കസേര കൊണ്ട് ഇട്ട് അവിടെ വന്നിരുന്ന്. അതേപോലെ തന്നെ ഈ പറയുന്ന ആളിൽ ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തു. എന്താ കാരണം? കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പ്രത്യുപകാരമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഈ പറയത്തില് പിണറായി വിജയന്റെ മകള് വാങ്ങിച്ചിരിക്കുന്ന പണത്തിനകത്ത് അതിനെ സംബന്ധിക്കുന്ന ED അന്വേഷണത്തിനെതിരായിട്ട് സംസാരിക്കുന്നു, നെഞ്ചും വിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. താൻ ഈ TK ഗോവിന്ദനെ സ്വീകരിച്ച ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ പരിശ്രമം, അങ്ങനെ ഇത്യാദി. ബിനീഷ് കോടിയേരി ഇതെല്ലാം കാണിക്കുന്ന സത്യത്തില് ഇവർക്ക് എല്ലാവരും പിണറായി വിജയന്റെ കൂടെയാണ്, പിണറായി വിജയന്റെ മകളുടെ കൂടെയാണെന്നുള്ള വരുത്തി തീർക്കാൻ ശ്രമമാണ്. ഇത് മകളുടെ ഇഷ്യൂ ഇല്ലാത്തൊരു പൊളിറ്റ് ബ്യൂറോ മെമ്പർ എന്തിനാ എത്ര കിടന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നത്?
എന്തിനാണ് മറ്റേ CPM-ന്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ബഹളം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? CPM-ന്റെ പാർട്ടി സെക്രട്ടറി എന്തിനു വേണ്ടിയിട്ടാണ് ബഹളം ഉണ്ടാക്കുന്നത്? ഇത്രയും പഴയ മന്ത്രിമാരൊക്കെ എല്ലാ മന്ത്രിമാരും കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ തന്നെ ഇതിനകത്ത് ഈ ED-യുടെ വാഹനം ആക്രമിച്ച കേസിനകത്ത് പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന 10-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പലരും ചുമതല എന്താ? പഴയ കൗൺസിലർമാര്, പഴയ പാർട്ടിയുടെ LC സെക്രട്ടറിമാര്, പഴയ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാര്, പഴയ മറ്റേ MLA-മാര് ഇത്യാദി ആളുകളൊക്കെയാണ് സമരത്തിനുള്ളത്. അപ്പൊ ഈ സമരത്തിന് ഇറങ്ങുന്നവർക്കൊന്നും ഈ സമരത്തിന്റെ ഉള്ളടക്കത്തെ സംബന്ധിക്കുന്ന ഒരു ധാരണയുമില്ല. പാർട്ടി പറഞ്ഞു നിങ്ങൾ സമരത്തിന് പൊക്കോ, ആ സമരത്തിന് പൊക്കോ എന്ന് പറഞ്ഞ സമയത്ത് ഇവര് സമരത്തിന് പോവാണ്. അതല്ലാതെ കണ്ട് സത്യസന്ധമായിട്ട് എന്താണ് ഈ പറയുന്ന വീണാ വിജയന്റെ പ്രശ്നത്തിന്റെ കാതൽ എന്താണെന്നുള്ളവരും ഈ പറയുന്ന ആളുകൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇവർ പ്രോത്സാഹിപ്പിക്കാനുള്ള സമരം നടത്തുന്ന അക്രമം ചെയ്യുന്നതും കമ്മ്യൂണിസ്റ്റ് അണികൾക്ക് ഏറ്റവും കൂടുതൽ ശീലമുള്ളത് അക്രമം നടത്തലാണ്. അത് അവർക്ക് എല്ലാ സ്ഥലത്തും പരിചയമുണ്ട്. കല്ലെറിയാനായിട്ട് അവർക്കറിയാം. അതിന് അവരെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ സാധാരണ പറയാറില്ലേ, എന്താ പറയുക, അണ്ണാങ്കുഞ്ഞിനെ മരങ്ങേറ്റം പഠിപ്പിക്കേണ്ടെന്ന് പറയും. അതേപോലെ തന്നെയാണ് അക്രമം നടത്താൻ കമ്മ്യൂണിസ്റ്റുകാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കല്ലെറിയാനായിട്ട് അവർക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ആരെങ്കിലും കയറിയിട്ട് ദേഹോപദ്രവം ചെയ്യാനായിട്ട് അവർക്കറിയാം. ആരെങ്കിലും കൊല ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കറിയാം. അത് പിണറായി വിജയൻ തുടങ്ങിയിട്ടുള്ള ഒരു പാരമ്പര്യം അതാണ്. ഈ പാരമ്പര്യം വച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ അണികളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മറ്റേ അച്ഛൻ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മകളിനത്താരമുള്ളേ, മകള് സ്വന്തമായിട്ട് സ്ഥാപനം നടത്തി പൊളിഞ്ഞു പോയ ഒരു സഹോദരിയാണ്. അവരുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പണം വാങ്ങിച്ചു എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ മറ്റൊരു വലിയ സ്ഥാപനത്തിൽ നിന്ന് അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പ്രതിമാസമായിട്ട് വാങ്ങിച്ചിരിക്കുന്ന പണത്തെ സംബന്ധിച്ചാണ് തർക്കമുള്ളത്. ഇത് CMR കൊടുത്ത ആളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് കൊടുത്ത ആളെ കുറിച്ചിട്ടാണ്. കൊടുത്ത ആളുടെ പ്രശ്നമല്ലല്ലോ പ്രധാനമായിട്ട്, വാങ്ങിച്ചവരുടെ പ്രശ്നമാണ്. ഈ വാങ്ങിച്ചവര് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചതാണ്, അച്ഛൻ്റെ അക്കൗണ്ടിൽ മേടിച്ചതാണ്, മകള് വാങ്ങിച്ചതാണ്. അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പണി ചെയ്തതായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് സത്യത്തിൽ രാജ്യവിരുദ്ധമായ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വലിയ സംവിധാനമാണ്. അതിൽ മുഹമ്മദ് റിയാസിന് പങ്കുണ്ട്, വീണാ വിജയന് പങ്കുണ്ട്, മറ്റേ പിണറായി വിജയന് പങ്കുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പങ്കുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പങ്കുണ്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. ശരിക്കും അങ്ങനെയാണ്. ഈ പിണറായി വിജയന്റെ കുടുംബവും പിണറായി വിജയനെ സംരക്ഷിക്കാനായിട്ട് CPM-ന് എന്തിനാണ് ഇത്ര വെപ്രാളം എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. CPM-ന്റെ നേതാവ് പിണറായി വിജയൻ മാത്രമല്ല, ഈ കുടുംബം അതിന്റെ ഭാഗമായിട്ട് എന്തിനാണ് CPM ഇത്രയേറെ അതിനു വേണ്ടിയിട്ട് വ്യഗ്രത കാണിക്കുന്നത്? അതിന് കാരണം ഇനി പ്രധാനമായിട്ട് ഇപ്പോൾ CPM-ലായിരുന്നു നേതാക്കന്മാരുള്ളേ. CPM-ൽ കുറേ മന്ദബുദ്ധികളാണ്. അവർക്ക് ഈ പിണറായി വിജയന്റെ പിന്നാലെ നടന്നില്ലെങ്കിൽ അവർക്ക് ഒരു നേട്ടം അവർക്കുണ്ടാവില്ല എന്ന് അവർക്കറിയാം. പഴയ കാലത്ത് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനു മുമ്പാണ് ഒരു താത്വികമായിട്ടുള്ള വിഷയങ്ങൾ ശരിയാണെങ്കിൽ തെറ്റാണെങ്കിലും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ EMS ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ P ഗോവിന്ദപിള്ള ഉണ്ടായിരുന്നു. ഇങ്ങനെ ബൗദ്ധികമായിട്ടുള്ള നിലവാരത്തിലുള്ളവർ ആരും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല. അതിൽ അവശേഷിക്കുന്ന ബേബിയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിരിക്കുകയാണ്, ഡൽഹിയിലാണ്. അയാളെങ്ങനെയെങ്കിലും ആ സ്ഥാനം ഉറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ബേബി. പിന്നെ ബാക്കിയാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തലയ്ക്കകത്ത് ആളോട്ടുള്ളവർ ആരാണ് പാർട്ടിക്കകത്തുള്ളത്? പാർട്ടിക്കകത്ത് ഇന്ന് തലയ്ക്ക് ഉള്ളവർ ആരുമില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഇന്ന് പാർട്ടി അണികളുടെ പ്രധാനപ്പെട്ട പരിപാടി അവരോട് നേതാക്കന്മാർ പറയുന്നത് നമ്മുടെ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ കുറച്ച് പണം മോഷ്ടിച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള പണം മോഷ്ടിച്ചു എന്നുള്ള ഒരു വലിയൊരു കുറ്റമാണോ? അത് കുറ്റമല്ല. സഖാവ് മോഷ്ടിച്ചാൽ കുറ്റമല്ല എന്ന് അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ മുഴുവൻ ചാവേറുകളാക്കി സമരരംഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. അതെല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട്. പഴയ കാലത്ത് സ്റ്റാലിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു. സ്റ്റാലിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു, പോൾപോട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു, അല്ലെങ്കിൽ മാവോ സേത്തുങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ചൈനയിൽ. സമാനമായിട്ടുള്ള രീതിയിൽ കേരളത്തിലെ മാവോ സേത്തുങ്ങാണ് പിണറായി വിജയൻ, കേരളത്തിലെ സ്റ്റാലിനാണ് പിണറായി വിജയൻ, കേരളത്തിലെ പോൾപോട്ടാണ് പിണറായി വിജയൻ. അങ്ങനെ വിദേശ രാജ്യങ്ങളിലുള്ള അക്രമം നടന്നിരിക്കുന്ന സമാനമായിട്ടുള്ള രീതിയിൽ ഒരു നേതാവിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ പേരിൽ നേതാവ് പണം സമ്പാദിക്കുന്ന സമയത്ത് അതിന് മുഴുവൻ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു നടപടിയിലേക്ക് കമ്മ്യൂണിസത്തെ തള്ളിവിട്ടതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കുന്ന നേതാവിൻ്റെ പേരാണ് പിണറായി വിജയൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് പിണറായി വിജയനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്നത്തെ പാർട്ടി അണികളിലാണ്. ആ ധർമ്മമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി തുടങ്ങിയിട്ട് നിലവാരമില്ലാത്ത ആളുകൾ തീരുമാനിക്കുന്ന പരിപാടിയിലേക്ക് ഈ പാർട്ടി അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദയനീയമായിരിക്കുന്ന അവസ്ഥ.